ഹലോ, അസ്സാം വലൈക്കും. വെൽക്കം ടു ഫായിസ് വേൾഡ്. ഇന്ന് ഇതൊരു ഈവനിങ് വ്യൂ ആണ് കേട്ടോ. നമ്മുടെ ബാൽക്കണിയിൽ നിന്നുള്ളൊരു ബാൽക്കണിയിൽ നിന്ന് പകർത്തിയ ഒരു ചിത്രമാണ് കേട്ടോ. ആ സണ്ണിനെ കാണാൻ നല്ല രസമുണ്ട്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ആൽഫ്രെഡോ പസ്ത റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഡിന്നറിനും ബ്രേക്ക്ഫാസ്റ്റിനും അല്ലാതെ ഈവനിങ് സ്നാക്സ് ആയിട്ടും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് നമ്മുടെ ആൽഫ്രെഡോ പസ്ത, അതായത് വൈറ്റ് സോസ് പസ്ത എന്നും പറയും. അതിനായിട്ട് നമ്മൾ ആദ്യം നമ്മുടെ പസ്ത വേവിക്കാനായിട്ട് ഒരു പാത്രം എടുക്കുക. അതിൽ കുറച്ച് ഉപ്പിടുക, കുറച്ച് എണ്ണ. ഞാൻ ഒലിവെണ്ണയാണ് കേട്ടോ ചേർത്തേക്കുന്നത്. ഏത് എണ്ണ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. എന്നിട്ട് നമ്മുടെ പസ്ത ഏത് ഷേപ്പിലുള്ള പസ്തയും നിങ്ങൾക്ക് എടുക്കാം. അതിനുശേഷം നമ്മുടെ പസ്തയും കൂടെ അതിലേക്കിട്ട് അത് പസ്ത വേവുന്നവരെ, ഓരോ പസ്തയുടെ നമ്മൾ പാക്കറ്റ് വാങ്ങിക്കുമ്പോഴും അതിൻ്റെ വേവുന്ന ടെമ്പറേച്ചർ ഉണ്ടാക്കും. അപ്പോൾ അത് നോക്കി വേണം നമ്മൾ ഈ പസ്ത വേവിക്കാൻ നേരത്ത് നമ്മളത് ശ്രദ്ധിക്കണം കേട്ടോ. അതനുസരിച്ച് നമുക്ക് പസ്ത വേവിക്കാം. പസ്ത വേവിച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്കത് മാറ്റി വെച്ചിട്ട് വേണം നമുക്കതിനുള്ള റെസിപ്പി തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെ രണ്ടടുപ്പിൽ വെച്ചാലും കുഴപ്പമില്ല. നമുക്കതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വയ്ക്കാം. പാനിൽ കുറച്ച് എണ്ണ ഒഴിക്കാം. എണ്ണ ഒഴിച്ചതിന് ശേഷം ഇതൊരു ടിപ്പാണ് കേട്ടോ, അതായത് നമ്മൾ ബട്ടർ ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് ബട്ടർ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ബട്ടർ കരിഞ്ഞു പിടിക്കും. അപ്പോൾ ഈ ബട്ടർ ചേർക്കുമ്പോൾ, ഏത് റെസിപ്പി ആയാലും ബട്ടർ ചേർക്കുമ്പോൾ നമ്മൾ കരിഞ്ഞു പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, അതായത് ബട്ടർ കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഒരു തുള്ളി എണ്ണയും കൂടെ ആദ്യമേ ചേർക്കുന്നത്. അതൊരു ടിപ്പാണ്, നിങ്ങൾ ശ്രദ്ധിക്കണം. ഇനി എന്ത് റെസിപ്പി ഉണ്ടാക്കിയാലും ആ ടിപ്പൊന്ന് പരീക്ഷിച്ച് നോക്കുക കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് മൈദാമാവ് 2 ടീസ്പൂണും കുറച്ച് പാലൂടെയാണ് നമുക്ക് സോസായിട്ട് എടുക്കുന്നത്. മൈദാമാവും പാലിനും പകരം നമുക്ക് നമ്മുടെ കുക്കിംഗ് ക്രീം ഉണ്ടല്ലോ, അതും നമുക്ക് ഈ റെസിപ്പി ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാം. ഇപ്പോൾ എൻ്റെ കയ്യിൽ കുക്കിംഗ് ക്രീം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ മൈദാമാവും പാലും ചേർത്ത് ക്രീം റെഡിയാക്കുന്നത്. ഇതുപോലൊരു പേസ്റ്റ് പോലെ റെഡിയാക്കിയതിന് ശേഷം ഇനി നമുക്ക് പാലൊഴിക്കാം. ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് കേട്ടോ. ഞാനിപ്പോൾ ഇച്ചിരി ഒരു കുറുകിയ രീതിയിലാണ്, അതായത് നമ്മൾ പിടിച്ചിരിക്കുന്ന രീതിയിലാണ് ഇത് ഉണ്ടാക്കുന്നത്. കാരണം വേറുമല്ല, എൻ്റെ പുത്രന് അങ്ങനെ തന്നെ വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പം കുറച്ച് ലൂസായിട്ട് ഉണ്ടായിക്കോ, അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. ഇപ്പോൾ ഞാൻ മക്കൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നതുകൊണ്ടാണ് കുറച്ചൊരു ടൈറ്റായിട്ട് ഉണ്ടാക്കിയേക്കുന്നത് കേട്ടോ, കുറച്ചൊരു കുറുകിയ രീതിയിൽ ഉണ്ടാക്കിയേക്കുന്നത്. ഇതുപോലെ നമ്മൾ കട്ടയൊന്നും കെട്ടാതെ നന്നായിട്ട് നമ്മൾ ഇളക്കിയെടുക്കുക. ഇനി നമ്മുടെ വേവിച്ച് വെച്ചേക്കുന്ന പസ്ത ഇതിലേക്ക് ചേർക്കണം കേട്ടോ. ഞാൻ ഇത്രയും അങ്ങ് കുറുക്കിയെടുത്തത് ആ ഒരു റീസൺ കൊണ്ടാണ് കേട്ടോ. ഇനി നമ്മുടെ വേവിച്ച പസ്ത ഇടുക. പസ്ത ഇട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഉപ്പ് നോക്കുക. ഈ അവസരത്തിൽ ഉപ്പ് കറക്റ്റായിട്ടില്ലെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർക്കുക. എനിക്ക് ഇച്ചിരി ഉപ്പ് കുറവായിരുന്നു. അപ്പോൾ നമ്മൾ വേവിക്കുമ്പോൾ ചേർത്ത ഉപ്പ് മാത്രമല്ലേ നമ്മൾ ചേർത്തിട്ടുള്ളൂ, അപ്പോൾ കുറച്ച് ഉപ്പ് കൂടെ ചേർക്കുക. ഇനി നമുക്കിതിലേക്ക് വേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ വെളുത്തുള്ളി കുറച്ച് അരിഞ്ഞ് വയ്ക്കുക. ബട്ടർ ചേർക്കണം കേട്ടോ. ബട്ടറല്ല, നമ്മുടെ ചീസ് ചേർക്കണം കേട്ടോ. ചീസ് എന്ന് വെച്ചാൽ അതിന് ഒരു ടിപ്പുണ്ട്. നമ്മുടെ മോസറല്ല ചീസ് മാത്രം ഇതിന് ഉപയോഗിക്കരുത്. കാരണം വേറൊന്നുമല്ല, മോസറല്ല ചീസിന് ചെറിയ പുളിപ്പുണ്ടാവും. ബാക്കി നമ്മൾ ബർഗറിന് ഉപയോഗിക്കുന്ന ചീസോ വേറെ ഏത് ചീസ് വേണോ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഇടാം. കുറച്ച് ചീസും കൂടി ഇട്ട് ആ ചൂടിൽ ആ ചീസ് മെൽറ്റാവണം. മെൽറ്റായി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് പാനിൽ ഒരു ശകലം ബട്ടർ ചേർത്തിട്ട് അതിലേക്ക് ചില്ലി ഫ്ലെക്സും അതുപോലെ തന്നെ വെളുത്തുള്ളി അരിഞ്ഞതും കൂടി ഇട്ട് അതിൻ്റെ ഒരു പച്ചമണം മാറുന്നവരെ ഒന്ന് സോൾട്ട് ചെയ്ത് അതും കൂടെ നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. പിന്നെ കുറച്ച് പെപ്പർ പൗഡറും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ആൽഫ്രെഡോ പസ്ത റെസിപ്പി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വറുക്കാം. ചില്ലി ഫ്ലെക്സും ചേർക്കാം. കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും കേട്ടോ ഈ ഒരു റെസിപ്പി. കാരണം നമുക്ക് വലിയ എരിയില്ല, അതുപോലെ തന്നെ തിന്നാനൊരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മുടെ ആ ചീസിൻ്റെയും ഒക്കെ ചേർന്നിട്ട് നല്ലൊരു ക്രീമിൻ്റെയൊക്കെ ഒരു നല്ലൊരു ടേസ്റ്റ് ആയത് കാരണം കുട്ടികൾ കഴിക്കും. നമുക്ക് ഏത്
സമയത്തും കഴിക്കാം. ഒരു പ്രത്യേക സമയമൊന്നുമില്ല. നമുക്ക് ഈവനിങ്ങിലോ മോർണിംഗിലോ നൈറ്റ് ഡിന്നറായിട്ടോ ഒക്കെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് നമ്മുടെ ഈ പസ്ത റെസിപ്പി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ പസ്ത റെഡി ആയിട്ടുണ്ട്. നല്ല മണമൊക്കെയാണ് കേട്ടോ, നമ്മൾ ഉണ്ടാക്കുമ്പോൾ നല്ല മണമൊക്കെ വരുന്നുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും മസ്റ്റായിട്ട് ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് ഇടണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.